ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല സ്പൈസി ആയിട്ടുള്ളൊരു മസാല ഓംലെറ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ചില ദിവസങ്ങളിൽ നമുക്ക് സ്പൈസി ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കഴിക്കണം തോന്നുകയാണെങ്കിൽ ഇതുപോലൊരു ഓംലെറ്റ് നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി കഴിക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ 3 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ മുട്ടയൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം, കൂട്ടുകയും കുറക്കുകയൊക്കെ ചെയ്യാം. ഇനി ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കുക. പൊടി പൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. മീഡിയം സൈസിലുള്ള ഒരു സവാളയാണെങ്കിൽ അതിൻ്റെ 1/4 ഭാഗം മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി അത്യാവശ്യം പഴുത്ത തക്കാളി തന്നെ എടുക്കാൻ നോക്കുക. ചെറിയൊരു തക്കാളിയുടെ പകുതി ഭാഗമാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് ഇതുപോലെ വട്ടത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരല്പം മല്ലിയില ചേർത്ത് കൊടുക്കുക. ഇത് ഓപ്ഷനിലാണ്, ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി 4 ഇല കറിവേപ്പില ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. വളരെ കുറച്ച് മതി, 1/4 ടീസ്പൂണിലും താഴെയാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ അളവ് കൂടി പോകാൻ പാടില്ല. കൂടി കഴിഞ്ഞാൽ ഒരു പച്ച ടേസ്റ്റ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കുന്നുണ്ട്. എരിവില്ലാത്ത മുളക് പൊടി ചേർത്താൽ മതി. പച്ചമുളക് ചേർത്ത് കൊടുത്തതാണ്. അതുപോലെ തന്നെ ഇതിലേക്ക് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക, ഒരു കളറിന് വേണ്ടിയിട്ട്. ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് 1/4 ടീസ്പൂൺ ഗരം മസാലയാണ്. അതുകൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. എപ്പോഴും നമ്മൾ മുട്ട വെച്ച് എന്തുണ്ടാക്കുകയാണെങ്കിലും കുരുമുളക് പൊടി ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ കുരുമുളക് പൊടി നിർബന്ധമായിട്ടും ചേർക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ചേർത്തിട്ടുള്ള സവാളയും തക്കാളി അതുപോലെ തന്നെ പൊടികളും എല്ലാം മുട്ടയുമായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. എല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് യോജിച്ച് വരണം. അതുവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഞാനിപ്പോൾ ഇതാ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഓംലെറ്റ് തയ്യാറാക്കി തുടങ്ങാം. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ച് പാൻ നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക. അതിന് ശേഷം ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ചുറ്റിച്ചെടുക്കാം. ഇനി ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മൾ ഓംലെറ്റ് തയ്യാറാക്കാനായിട്ട്. ഞാനിതിൻ്റെ പകുതി ഭാഗം ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. സവാളയും തക്കാളിയൊക്കെ ചേർത്തത് കാരണം നമുക്ക് കറക്റ്റ് ഷേപ്പ് കിട്ടിയെന്ന് വരില്ല. അപ്പോൾ ഇതുപോലെ നമ്മളൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് 1 മിനിറ്റ് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇതിപ്പോൾ 1 മിനിറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷവും നമുക്ക് 1 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിരിക്കണം. ഇതിപ്പോൾ 1 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ മസാല ഓംലെറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന എഗ്ഗിൻ്റെ മിക്സിൽ ഞാൻ 2 ഓംലെറ്റാണ് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്